ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറിയ മത്തിയാണ്, വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മത്തി കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണല്ലോ. ഏതെല്ലാം കറികൾ മത്തി കൊണ്ടുണ്ടാക്കാം. സാധാരണ നമ്മളിപ്പോൾ മുരിങ്ങയ്ക്കയും തേങ്ങയും പച്ചമാങ്ങയും എല്ലാം കൂടി ഇട്ട് നമുക്ക് അവിയൽ വയ്ക്കാം. അങ്ങനെ പുളി കറി വയ്ക്കാം, പുളിയും മുളകും വയ്ക്കാം. അങ്ങനെ പല രീതിയിലാണ് ഫ്രൈ ചെയ്യാം. അങ്ങനെ മത്തിയിൽ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഞാൻ വെറൈറ്റി ഭയങ്കര ടേസ്റ്റുള്ള, ഇതുവരെ ഞാൻ ഉണ്ടാക്കി ഇവിടെ കഴിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഉണ്ടാക്കി ഒന്നും മറ്റെവിടെയും കാണിച്ചിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണിത്. ഇൻഷാ അല്ലാഹ് ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു പരന്ന ഒരു മൺചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതായത് ഇത് വെള്ളം അല്പം പോലും ചേർക്കാതെ, വെള്ളം തൊടാതെ രീതിയിൽ വയ്ക്കുന്ന മത്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പരന്ന മൺചട്ടി എടുത്തത്. പരന്ന ചട്ടിയിലാകുമ്പോൾ നമുക്ക് മറിച്ചും തിരിച്ചു വിട്ടാലും പൊട്ടിപ്പോവില്ല. അതിനായിട്ട് ചട്ടിയിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അടുത്തത് അതിലേക്ക് നമുക്ക് ഉലുവ ഇടാം. ഒരു 1/2 സ്പൂൺ ഉലുവ. മീൻ കറിക്ക് എപ്പോഴും ഉലുവയാണ് അതിന് ടേസ്റ്റ് കൂടുതൽ. ഉലുവ ഇടുന്നതാണ് ടേസ്റ്റ്. കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിൽ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും പച്ചമുളക് 2-3 കട്ട് ചെയ്തിട്ടത് ഇതിലേക്കിടാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഗ്രേറ്റ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം ഇതിൽ നിന്ന് നന്നായിട്ട് ഊറി വരുന്ന ആ ഒരു വെള്ളത്തിൽ കിടന്ന് മത്തി നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവില്ല. ശരിക്കും ഒരു മത്തി കുഴമ്പാണ്, മത്തി കുഴമ്പെന്ന് പറയും. നല്ല കുഴമ്പായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റുള്ള കറിയാണ്. ഇൻഷാ അല്ലാഹ് ഉണ്ടാക്കി തീർന്നിട്ട് നമുക്ക് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം മാറി നല്ലൊരു മണമൊക്കെ വരും. ഒരു മൂത്ത് വരുന്ന ഒരു ഇളം ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ നമുക്കിന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞ് ശരിക്കും ഇതെല്ലാം നല്ല മൊരിഞ്ഞ പോലെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ഉള്ളി ഇട്ടപ്പോൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു, ഒരല്പം ഉപ്പ്. പിന്നെ ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാം. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, സ്പൂൺ നിറച്ചിട്ടിട്ടില്ല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം ഒക്കെ പോയി അപ്പോൾ ശരിക്കും ഡ്രൈ ആയിപ്പോയി. അപ്പം നമുക്കൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം. മുളകും മല്ലിയും ഡ്രൈ ആയിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ല മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക്
എന്താ ഒരു 3 ചെറിയ തക്കാളി ഗ്രേറ്റ് ചെയ്താണ്, അതുകൊണ്ട് ഇത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി അത് ഈ തക്കാളിയും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയുടെ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഇപ്പം നമ്മൾ നേരത്തെ ചേർത്തതിൻ്റെ എല്ലാം എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന പാകമാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളെ മത്തിക്കുഴമ്പ് അടിപൊളിയായിട്ടുണ്ട്, നല്ല റെഡിയായിട്ടുണ്ട്. ഇത് അല്പം ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ലേന്ന് വെച്ചാൽ പുളിയിൽ ചേർത്ത് 1 സ്പൂൺ വെള്ളമേ ഉള്ളൂ, ബാക്കി വെള്ളമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്, പക്ഷേ ഇതിൽ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വരുന്നത് കൊണ്ട് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഓവറായി പോകും. അൽഹംദുലില്ലാ, വളരെ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി, നല്ലൊരു കറിയാണിത്. ഇൻഷാ അല്ലാ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതിന് നമ്മുടെ പാൽക്കപ്പയോ ചോറിനൊപ്പമോ സാധാരണ നമ്മൾ പിന്നെ ഉടച്ച് വെച്ച നല്ല കപ്പയുണ്ടല്ലോ, ഇതുപോലത്തെ കപ്പയുടെ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരു മത്തി വെന്ത് പിരിന്ന് പോയിട്ടില്ല, ഈ അരപ്പും കൂട്ടി മത്തിയായിട്ടെടുത്ത് കഴിക്കാം. അടിപൊളിയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇൻഷാ അല്ലാ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മത്തി മാത്രമായിട്ടെടുത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഫ്രൈ ഒന്നും ചെയ്യേണ്ട, ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാൽ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. ഓക്കെ, ഇൻഷാ അല്ലാ ചൂടോടെ ഇപ്പോൾ എടുത്ത് കഴിക്കാൻ പറ്റില്ല, അത് അത്രയ്ക്ക് നല്ല അടിപൊളി മത്തിയൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വെച്ചാൽ സൂപ്പറാണ്. കിഴങ്ങും കൂടെ കഴിച്ച അടിപൊളി. വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റ്, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് അറിയിക്കണേ.